എവിടെയൊക്കെ RSS കടന്നു പറ്റുന്നുണ്ട് എന്ന കാര്യത്തെപ്പറ്റി ഇന്ന് CPIക്കോ CPMനോ സംശയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഗവർണറുടെ ഓഫീസ് തന്നെ RSSന്റെ ഓഫീസാക്കി മാറ്റാൻ മടിയില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് RSS. കേന്ദ്രം ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും പൂർണ്ണമായിട്ടും RSS ആണ്. സ്വാഭാവികമായിട്ടും ഇവിടെ പോലീസിന്റെ ഉന്നത തലങ്ങളിലാണെങ്കിലും IAS തലങ്ങളിലൊക്കെ ആണെങ്കിലും RSSന്റെ ഫ്രാക്ഷനുകളും RSSന്റെ പ്രവർത്തനങ്ങളും ഉണ്ടാവും എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഒരിക്കലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ച് ഒരു തർക്കിക്കേണ്ട വിഷയങ്ങളല്ല. ഞങ്ങളത് പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പിന്നെ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എൻ്റെ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞ നിലപാട് അന്നും ഇന്നും പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആ അന്വേഷണം പുറത്തു വരട്ടെ. ആ അന്വേഷണം പുറത്തു വരുമ്പോൾ ഇവിടെ പല ആളുകൾക്കും ഇപ്പോൾ ഈ ഞാൻ അന്നും പറഞ്ഞിരിക്കുക, ഞാൻ ഇപ്പോൾ ADGP അജിത് കുമാറിനെ പറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ പറ്റിയോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് RSSനെ പറ്റിയും അവിടുത്തെ സ്ഥാനാർത്ഥിയെ പറ്റിയും അവിടുത്തെ പോലീസ് കമ്മീഷണറെ പറ്റിയൊക്കെ വ്യക്തമായ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ള ആളാണ്. അവിടുത്തെ ജില്ലാ കളക്ടർക്ക് പോലും ഉണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റി പോലും ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾ, RSSന്റെ ബന്ധത്തെ പറ്റിയിട്ടുള്ള അന്വേഷണം ഗവൺമെൻറ് നടത്തുന്നുണ്ട്. ആ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിന് പുറത്തു വരുന്നവരെ കാത്തിരിക്കാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്തമുള്ള ഒരാളാണ് ഞാൻ. ആ ഉത്തരവാദിത്തം ഞാൻ ഗവൺമെന്റിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇവര് പറയുന്ന പോലെ നേരത്തെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ നേരത്തെ വ്യക്തമാക്കാൻ വേണ്ടി പറയാണ്, ഇവിടെ RSSും പിന്നെ UDFും തമ്മിൽ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ തൃശ്ശൂർ DCC പ്രസിഡന്റിനെ പുറത്താക്കി എന്തിനാണ്? അവിടുത്തെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റിനെ നടപടി സ്വീകരിച്ചത് ആരാണ്? കോൺഗ്രസ് അല്ലേ? എന്തിനു വേണ്ടിയായിരുന്നോ ചെയ്തത്? അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്ന ചില വിഷയങ്ങളാണ്. അപ്പോൾ ആ വിഷയങ്ങളിൽ കടക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഇവിടെ നിലമ്പൂർ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പല്ല ഇത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന ഒരു സ്വതന്ത്രനായി മത്സരിച്ചിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളർന്നു വന്ന രാഷ്ട്രീയ വിഷയങ്ങളാണ് അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് കലാശിച്ചത്. എന്നിട്ട് അത് ഇപ്പൊ എവിടെത്തി നിൽക്കുന്നു എന്ന് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അദ്ദേഹം നമ്മളോട് പറഞ്ഞ കാര്യങ്ങളല്ല അത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.